എത്ര നേരെ പേരിടാ 1.5 മണിക്കൂറായി ഞാൻ ഇവിടെ വന്നിരിക്കണം. നിന്നോട് ഇത്ര നേരത്തെ വന്നിരിക്കാൻ ഞാൻ പറഞ്ഞ എനിക്ക് ഓഫീസിൽ ജോലിയുള്ളതാണ്, അത് അടക്കാതെ എനിക്ക് വരാൻ പറ്റുമോ? ഞാനിന്നൊരു സർക്കാർ ജോലിക്കാരനാണ്, നീ അതൊന്ന് മനസ്സിലാക്ക്. ഗമ, സർക്കാർ ജോലിയുടെ ഗമ. ഗമയാണെങ്കിൽ ഗമ, കഷ്ടപ്പെട്ട് ഞാനല്ലേ വാങ്ങിയെടുത്തത്. ഒറ്റക്കൊന്നല്ല, എന്റെ പ്രാർത്ഥനയും കൂടെ. പ്രാർത്ഥന എന്താ വരാൻ പറഞ്ഞ നീ? എന്താണ് പേരായിട്ട് ഇങ്ങനെ പറയണത്? നമ്മൾ നേരത്തെയും കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യണതല്ലേ? അതുപോലെയാണ് ഇപ്പൊ ഞാനിന്ന് വില നിലയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. വേറെ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാൻ നിൽക്കണ്ട. പിന്നെ 7-8 വർഷമായിട്ട് ആർക്കും അറിയാൻ പാടില്ലല്ലോ. നമ്മൾ തമ്മിൽ പ്രേമമാണെന്ന് അറിയാത്ത ഒരു നാട്ടുകാരും ഇവിടെ ഇല്ല. അങ്ങനെ വലിയ ആളുകളൊന്നും അറിഞ്ഞിട്ടില്ല. എന്തിനാ നീ വിളിച്ചത് അത് പറ. പിന്നെ അച്ഛൻ പറഞ്ഞ് ഇന്ന് 2-1 അറിഞ്ഞിട്ട് വന്നോന്ന്. എന്തിന്റെ കല്യാണം? കല്യാണോ? ആരാ? നമ്മുടെ കല്യാണം. കല്യാണത്തിന്റെ കാര്യം ഞാൻ നിന്നോട് സൂചിപ്പിക്കാനിരിക്കായിരുന്നു. അത് എൻ്റെ അച്ഛൻ ചോദിക്കണേ, നമ്മുടെ കല്യാണത്തിന് നിന്റെ വീട്ടിൽ നിന്ന് എന്ത് കിട്ടൂന്ന്. എന്ത് കിട്ടാൻ? അല്ല, സ്ത്രീധനമായിട്ടേ. ഇപ്പൊ അച്ഛൻ പറയണത് എന്നെ ഇത്രയും വളർത്തി വലുതാക്കിയല്ല, ജോലിയും വാങ്ങി തന്ന് ഒരു 50 പവനും 5 ലക്ഷം രൂപയെങ്കിലും കിട്ടിയാലേ മുതലാവുള്ളൂ എന്നാണ് അച്ഛൻ പറയണത്. പിന്നെ ഇപ്പൊ കിട്ടും. 10 ലക്ഷം രൂപയായിട്ട് ഒരു ഓഫർ വന്ന് 19 വയസ്സുള്ള പെണ്ണാണ്, നിന്നെക്കാനെ കാണാനും കൊള്ളാം. ഞാൻ പിന്നെ ഒറ്റക്കാലിൽ നിൽക്കിയാലേ നിന്നെ മാത്രം കെട്ടുള്ളൂ എന്നും പറഞ്ഞു. പിന്നെ ഞാൻ അച്ഛനോട് എന്ത് പറയണം, ഒന്നും കിട്ടൂല എന്ന് പറയുന്നു. എന്താ നീ പറയണത്? ഞാനെന്താ പറയാ? നീ ഒരു പണി ചെയ്യ്, നിന്റെ അച്ഛനോട് പറ ഒരു 50 പവൻ ഒരു 5 ലക്ഷം രൂപ, പിന്നെ ഞാൻ ഒരു കാറും തരാന്നൊക്കെ പറഞ്ഞ് കയറ്റി അടിച്ചിട്ടുണ്ട്. ഇനി കാറ് പൈസ കൊടുത്ത് മേടിക്കണ്ട, നിന്റെ പേരിൽ ലോൺ എടുക്കുക, EMI നമുക്ക് അടക്കാം. ഞാൻ നിന്നെ സ്നേഹിച്ചു പോയില്ലേ? എന്താ അഭിപ്രായം നിന്റെ? ന്യായമായ ഒരു കാര്യമല്ലേ ചോദിക്കണുള്ളൂ. എന്താന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് പറ. എനിക്ക് പോയിട്ട് ഇത്തിരി തിരക്കുണ്ട് കേട്ടാ. വെറുതെ ഇവിടെ ഇനി ഒറ്റയ്ക്ക് ഇരിക്കണ്ട. ഇനി വല്ല ചീത്തപ്പേരുണ്ടാക്കി അച്ഛനോട് പറഞ്ഞാൽ നിന്നെ കെട്ടണ്ടെന്ന് പറയും. എനിക്ക് വാക്ക് മാറ്റാൻ പറ്റൂല. ഞാൻ പോട്ടെ, 1-2 കാര്യമുണ്ട് കേട്ടാ. ശരിയാന്ന്, എണീറ്റ് പോയിക്കോ. വേറെ ആരെങ്കിലും വന്ന് തൂങ്ങണ്ട. Marimayam.